Adrenaline running through my skin. I just feel it. Oh, I live for it. A second wind. I feel it kicking in. Oh, I want it. I gotta have it. Ooh. I got a fire in me, you're gonna set to burn. We got a world to see and all the time to learn. Oh, hey. Let's set out on our road. Hey. We'll see how far we can go. I got a fire in me, you're gonna set to burn. We got a world to see, now it's our turn. Oh, let's set out on our road. We'll see how far we can go.
I'm going on during this time. I feel there's no one to save me. This all and nothing really got away, you're driving me crazy. I need somebody to hear, somebody to know, somebody to have, somebody to hold. It's easy to say, but it's never the same. I guess I kinda like the way you numbed all the pain. Now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved. I'm going under in this time. I feel there's no one to turn. സർവ്വശക്തനായ നല്ല പിതാവേ, അങ്ങയുടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 1 കൊരിന്തോസ് 7:1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇതൊരു ആനുകൂല്യമായിട്ടാണ് പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധീപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സഖിയെ അവന് വേണ്ടിയ ഞാൻ സൃഷ്ടിക്കും, ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളിച്ചതുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് ഈ വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഞങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേഫ്, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഇവര് വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. This all and nothing way of loving, go be sleeping without you. Now I need somebody to know, somebody to hear, somebody to have, just to know how it feels. It's easy to say, but it's never the same. I guess I kinda like the way you help me escape. Now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved, and I tend to close my eyes when it hurts. Sometimes I fall into your arms. I'll be safe in your sound till I come back around. For now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you
you pulled the rug. I was scared. Couldn't wait till I got outside, wondering what the world be like. I knew I had to change my mind, didn't realize it would happen oh so soon, oh so soon. But I see the world so different now. But there's a place by the sea, and that's my town. When I don't know what to say, when I don't know what to do, there's a room I need to sit in, surrounded by my favorite view, and I need a hand to hold, someone to tell the truth. പിതാമത്തിനും പരിശുദ്ധമായ നമ്മുടെ ദൈവത്തിൻ്റെ കാരണമായി കൊണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശം ഭൂമി തൻ്റെ സ്ത്രീയോടും പറഞ്ഞിരിക്കുന്ന ഭഗവാനെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധ വരങ്ങൾ സ്ഥിതിയിൽ വന്നാലും വരുന്നതിനായ വാഴ്ത്തപ്പെട്ട ദൈവം നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണ്ണുള്ളാതെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി തീർക്കട്ടെ, ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണം. ദൈവം നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണ്ണുള്ളാതെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി തീർക്കട്ടെ, ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണം. ദൈവം നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണ്ണുള്ളാതെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തർക്കപ്പെട്ടാണ്. ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാവണം. നിങ്ങളുടെ താഴെ ഞങ്ങളോട് തന്നെ ചെയ്യണം. ഞങ്ങളുടെ താഴെ ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന കൈക്കാണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ താഴെ ശ്രീ ഞങ്ങളുടെ താഴെ ഞങ്ങളുടെ ചെന്നവേ ഞങ്ങൾക്ക് സ്ത്രീ പാർക്കുമോ ആകാശം രാജ്യം വരണം. നിരീക്ഷണം ആകാശത്തിലെ ഭൂമിയിലാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരാം. ഞങ്ങളുടെ കാരുടെ പോലെ ക്ഷമിക്കണം. പരീക്ഷ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനിയോ ഞങ്ങളെ കാത്തുകൊണ്ടാണ് എന്തുന്ന രാജ്യശക്തിയുമോ എന്നേക്കും അങ്ങേക്കുള്ളതാവുന്നു. കൃപാനുള്ളവൻ സമാധാനം നടത്താവുന്നതോടെ തുടർന്ന് അനുഗ്രഹപ്പെട്ടവളാവുന്നു. എൻ്റെ ഉദരഫലമായി അനുഗ്രഹപ്പെട്ടവനാവുന്നു. ദൈവമായ വിശുദ്ധ കന്യക മർത്തമറിയുന്ന തമ്മിലായ പാടുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളുടെ മരണത്തെ ആമീൻ. ദൈവത്തിനേകതനും സകലവും പ്രവാസമുള്ള പ്രകാശം സത്യദൈവം കൊഞ്ചം ശിഷ്യല്ലാത്തവനും സർവ്വസുഖവും സംഭവിക്കപ്പെട്ടവനും മനുഷ്യനാകും ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. രക്ഷപ്രകാരമാതാവായ വിശുദ്ധമാകുന്നു. ശൈലിയെ തരുന്ന മനുഷ്യനെ കൊണ്ട് സ്വലാത്ത ദിവസങ്ങളിൽ നടത്തുവാൻ രക്ഷപ്പെട്ട ഔഷധം പോയിച്ച് മരിച്ചു അടക്കപ്പെട്ട 1 ദിവസം മനുഷ്യരിലേക്ക് ഏറിയതിന് ജീവനുള്ളവരെയും മരിച്ചവരെയും പതിൻ്റെ വഴി തുറന്നു രോഗിക്കുന്ന മോചനമില്ലാത്തവരും വിശ്വസമായ കർത്താവിനെ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും ഇടപെട്ടവരാണ്. തുറന്ന കഥാവിനെ പ്രസിദ്ധിക്കപ്പെടുന്നു. വിദ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചു വിശുദ്ധമായ പരമായും പദവിക സ്ലൈംഗികമായ പ്രസിദ്ധീകരണം വിശ്വസിക്കുന്നു. പണത്തിന് നാമദേശവും മാത്രമേ പുതിയ ജീവനായി നമുക്ക് പാർക്കുന്നു. ഞങ്ങളുടെ താരതമ്യം ഉണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണം. ഞങ്ങളുടെ താരതമ്യം ഞങ്ങളുടെ സ്ത്രീ പാർക്കുമോ ആകാശം നിന്റെ രാജ്യം വരുമ്പോൾ നിന്റെ ലക്ഷ്യം ആകാശത്തിലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് പോലെ ഞങ്ങളുടെ അടങ്ങളും പാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കാൻ പരീക്ഷ ഞങ്ങളുടെ പ്രവേശിക്കുകയെ രാജ്യശക്തി മാത്രം എന്നെ വിശേഷമായിട്ടുണ്ടാകുന്നു. പെരുമാനമായ വിശുദ്ധ കന്യക പാടുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളുടെ മനസ്സിലാക്കാനുള്ള പേഴ്സണൽ നാടുവഴി സ്ഥാനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളെ ചായച്ചു പറഞ്ഞു, അങ്ങേക്ക് ഈ നീതിമാനവുമായി ഒന്നുമില്ല. എന്നാൽ അദ്ദേഹം പ്രതി ഇന്ന് സ്വപ്നത്തിൽ ഞാൻ വളരെയേറെ വേദനപ്പെട്ടു. എന്നാൽ പ്രധാന ആചാര്യന്മാരും ക്ലീശന്മാരും അബായ മോചിപ്പിക്കുവാൻ യേശുവിനെ നശിപ്പിക്കാൻ അവർ ആശയപ്പെടുവാൻ പുരുഷാരത്തെ പ്രേരിപ്പിച്ചു. പിന്നെ നാടുവഴി അവരോട്, നീ 2 പേരിൽ ആരെ ഞാൻ വിട്ടു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചു. ബർബോസയോ എന്നവർ പറഞ്ഞു. പിലാത്തോസ് അവരെ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. സ്ത്രീയാണ് വാർക്കുമോ. Would it be okay if I came home to you? Independence comes with a price. I'm questioning
your own advice. But I know I'll be alright with an open door, no matter what I do. What I do. But I see the world so different now. But there's a place by the sea, and that's my town. When I don't know what to say, when I don't know what to do, there's a room I need to sit in, surrounded by my favorite view. When I need a hand to hold, someone to tell. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. I love your voice. You will lead me through the fire, and in darkest night, you were close like no other. I've known you as a father, I've known you as a friend, and I have lived in the goodness of God. Yeah. And all my life you have been faithful. Oh, and all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. Yeah. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. With my life laid down, I'm surrendered now. I give. Kaya
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യുക്തിയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷണ മണവാട്ടിയായ സമയം നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവ് ഞങ്ങൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യ മുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷണമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകും, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ സർവാധിപനാകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു.
ഓരോന്നിലും 2 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെലവിലെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജോബിൻ്റെയും സംസനയുടെയും ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ഒരുങ്ങുകയും തമ്പുരാൻ തങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ച ജീവിത പങ്കാളിയെ ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ സുഖദുഃഖങ്ങളെ പങ്കുവച്ച് ഒരുമിച്ച് ജീവിച്ചോളാമെന്ന് നമ്മളേക്ക് സാക്ഷിയാക്കി ഈ വിശുദ്ധമായ അവതാരത്തിൽ മുതൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് അവർ ഉറപ്പ് നൽകുന്നൊരു ദിവസം. ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നിങ്ങളുടെ കല്യാണം നടക്കുന്ന ദിവസമാണ്. ശരി, അതിനപ്പുറത്തെ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരുടെയും ചിന്ത അത്രയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇത് ഇയർ എൻഡിങ്ങാണ്, ലാസ്റ്റ് ഡേ ആണ്. പക്ഷെ തിരുസഭയിൽ എന്ന തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ വിവാഹിതരായിട്ട് ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ എന്നാണ് നിങ്ങൾ വിവാഹിതരാകുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. തിരുക്കുടുംബം പോലെ നിങ്ങളുടെ കുടുംബവും വിശുദ്ധമാണ്. എന്നെ മനസ്സോടെ കടന്നുപോയ ഒരു കൊച്ചു ചിന്തയില്ല. നോർവിയൻ എഴുത്തുകാരനായ ഹെർമി ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ ഒരു കളി പാവവീട് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായ നോറെ തൻ്റെ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് തൻ്റെ ഭർത്താവിനോട് കാരണമായി പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ കാരണം എന്താണ്? നമ്മളുടെ വീട്ടിൽ നമ്മൾ ഗൗരവമായിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കുന്നില്ല. ഗൗരവമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ വീട്ടിൽ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം പറയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ കൂടുതൽ അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണം പറയുന്നു നിങ്ങൾക്ക് ഒരു ഭാര്യയല്ല ആവശ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു ഭാവനയും. ഈ 3 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കഥാപാത്രം തൻ്റെ വീട് വിട്ട് ഭർത്താവിനെയും 3 മക്കളെയും ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് പറയുന്ന 3 കാരണങ്ങളാണ്. ആദ്യത്തെ കാരണം ഒരുപക്ഷെ അറിഞ്ഞു പറയാനൊക്കെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അറിയുന്നു. അതായത് ഗൗരവമായിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സമയം ഡൈനിങ് ടേബിൾ പോലും മാധ്യമങ്ങൾ അപകരിച്ചു പോകുന്നൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരിലാണ്. അങ്ങനെ ഒരു സാഹചര്യമായി കൾച്ചർ അതിനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, പരസ്പരം സംവദിക്കാനോ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനോ സമയമില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ജോബിനും സഞ്ജയിലൊക്കെ ഇപ്പോൾ ഈ കല്യാണം കഴിയുന്ന ദിവസം വരെ മാധ്യമങ്ങളുണ്ട്. ഒരുപക്ഷെ ഫോണിലൂടെയൊക്കെ അവരുടെ സ്വപ്നങ്ങൾ ഒത്തിരി പങ്കുവച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പങ്കുവയ്ക്കുന്ന സംഭവം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും അപരിചിതരെ
എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളതയുള്ളതാക്കുന്ന ഒന്നും തന്നെ നമുക്കിടയിൽ സംഭവിക്കുന്നില്ല. നമ്മുടെ ഭാഷകൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. ബാബൽ ഗോപുരത്തിൻ്റെ അനുഭവം നമുക്കറിയാം. ഭാഷകൾ ചിതറിക്കപ്പെട്ടപ്പോൾ ബാബൽ ഗോപുരം ചിതറിക്കപ്പെട്ടു. ഒരുപക്ഷെ ഒരാൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ ഉപരി ഒരാളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങളാണ്. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ, കണ്ണീര്, അവൻ്റെ ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയുന്ന കുറേ സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് സഞ്ചരിക്കും. അതുപോലെ തന്നെ ജോലിയും ഇങ്ങോട്ട് സ്വന്തമാക്കണം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിജയത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഭാര്യ എന്ന ആവശ്യം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിരിക്കുന്ന ഒരു ഭാര്യയാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ: പിടിവാസികൾ ഉപേക്ഷിക്കുക, മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ന് മുതലാണ് മാതാപിതാക്കളെ ചിന്തിക്കുക, എൻ്റെ പിടിവാസികൾക്കനുസരിച്ച് നിങ്ങൾ സംസാരിക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ജീവിത പങ്കാളി പറയുകയാണ്, ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ മതി. മക്കൾ പറയുകയാണ്, മാതാപിതാക്കളെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അവിടെ തകർച്ചകൾ ആരംഭിക്കും. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ മാനിക്കാനും ബഹുമാനിക്കാനും കഴിയാതെ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓർക്കുക, നമുക്ക് പരസ്പരം മനസ്സിലാക്കാനോ നമ്മുടെ ആശയങ്ങളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാനോ ഒരു കുടുംബത്തിൽ ഇടമില്ലെന്ന് എപ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നതോ അപ്പോൾ അതിന് പറ്റിയ ഇടങ്ങൾ ആ കുടുംബത്തിൻ്റെ പുറത്ത് ഒരാൾ തേടാൻ തുടങ്ങും. ഇതൊരു സത്യമാണ്. പല കുടുംബങ്ങളും തകർന്നു തുടങ്ങുന്നത് അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്ക് തരുന്നൊരു കൊച്ചു ചിന്ത ഇതാണ്: ഓർക്കുക, നിങ്ങൾക്കിടയിൽ ഭാഷകൾ ചിതറിക്കപ്പെടുന്നതിനുണ്ടാകരുത്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ അതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുക്കുടുംബമായിട്ട് മാറുന്നത് അവർ ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. തിരുവചനം മുഴുവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തന്നെയാണ്. ജോസഫും മാരിയും ഒരുമിച്ച് നടക്കുന്നത്. എപ്പോഴാണ് അവർ രണ്ടായിട്ട് പിരിഞ്ഞു നടക്കാൻ തുടങ്ങിയത്? അപ്പോൾ അവർക്ക് പുത്രനെ നഷ്ടപ്പെട്ടതുകൊണ്ട്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുക, രണ്ട് വഴികളിലൂടെയാണ് സ്ത്രീകളും പുരുഷന്മാരും പോകുന്നത്. അപ്പോഴാണ് അവർക്ക് പുത്രനെ നഷ്ടപ്പെടുന്നത്. വീണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് പുത്രൻ നഷ്ടപ്പെട്ടു എന്നൊരു സത്യം പോലെ തിരിച്ചു നടക്കുകയാണ് ഒരുമിച്ച് പുത്രനെ കണ്ടെത്തുന്നവരെ. അവിടെ പുത്രൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപകനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പുത്രൻ നമ്മോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങളുടെ വഴികൂടി പോയാലും ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാക്കണം: നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ തമ്പുരാനോട് ചേർത്ത് പിടിച്ച് വളർത്താനുള്ള ഒരു ചിന്ത കൂടി മനസ്സിലുണ്ടാകട്ടെ. തീർച്ചയായിട്ടും ജോവനും സഞ്ചനയ്ക്കും രണ്ട് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്സും രണ്ടുപേരും കുറവുകളുണ്ട്, കഴിവുകളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് പൊരുത്തക്കേടുകൾ ഇനി അങ്ങോട്ട് പലതും ഉണ്ടാകണം. ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഇതൊന്നും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവരുടെ പറഞ്ഞിട്ടൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ സഞ്ജനയുടെ പേരൻസും ലജ്ജുസൂടിയുണ്ട്, ജോവിൻ്റെ പേരൻസും ഉണ്ട്. ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് സഞ്ജനയെക്കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോവിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ജോവിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും സംഭവിക്കാനില്ല. ഇന്ന് വായിച്ചു കിട്ടുന്ന നിർദ്ദേശ ഭാഗത്ത് പരിശുദ്ധമ്മ നമുക്ക് കാണിച്ചു തന്ന മനോഹരമായ ചോദ്യമുണ്ട്. ആ കുടുംബത്തിന് രീതിയില്ല, തീർച്ചയായിട്ടും അപമാനമായി മാറാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പരിശുദ്ധമ്മയ്ക്കറിയാം ഈ അപമാനത്തെ സന്തോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാൾ അവിടെയുണ്ട്. അവനോട് പറയുക. വേറെ ആരോട് അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മ പറഞ്ഞത് പുത്രനോട് മാത്രമാണ്. അതുകൊണ്ട് സഞ്ജനയും ജോവനും ചിന്തിക്കേണ്ട ഒരു ചിന്തയിലാണ്: നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാലും സന്താപമുണ്ടായാലും ആകുലതകളോ ഉത്കണ്ഠകളോ ഒരുപക്ഷെ തെറ്റിദ്ധാരണകളോ എന്തുണ്ടായാലും ആദ്യം പങ്കുവയ്ക്കേണ്ടത് ഈ സംഘാടനത്തിൽ മുമ്പിലേക്കാണ്. അവിടെ നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ആരോടും അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇത് മാതാപിതാക്കളോടുകൂടിയാണ് പറഞ്ഞത്. ഈ മക്കളുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും കുറവുകൾ നിങ്ങൾ കണ്ടാൽ അതൊരിക്കലും മറ്റാരോട് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളത് പറയണം. അത് പറയുന്നില്ല മറ്റാരോട് പറയാൻ നിങ്ങളുടെ അവകാശം. അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളിവിടെ കൂടിയത് ജോവിൽ സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കെട്ട്
ശരിയാകുന്നത് നോക്കാനല്ല, മറിച്ച് ഇന്ന് മുതൽ അങ്ങോട്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുകൊടുക്കണം. ഇനി അങ്ങോട്ട് ഈ മക്കളുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും, കുറവുണ്ടായാലും സന്തോഷമുണ്ടായാലും അവിടെയൊക്കെ പ്രാർത്ഥനയുടെ കരങ്ങളുമായിട്ട് നിങ്ങളുണ്ടാകും എന്ന് ഒരു വലിയ വാഗ്ദാനം കൊടുക്കുന്ന ഒരു നിമിഷം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ കുടുംബവും ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിലാണ് തിരുക്കുടുംബം പോലെ വിശുദ്ധമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയും. തമ്പുരാന് അതിന് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. ഇനി നിങ്ങളതിനോട് ചേർന്ന് സഹകരിച്ചാൽ മതി. ജോബിനും സഞ്ജനയും ചേരുമ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബത്തിന്, ഒരു തിരുക്കുടുംബത്തിന് രൂപം കൊടുക്കാൻ കഴിയുന്നത് തമ്പുരാൻ ഉറപ്പായതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. ഇനി നിങ്ങൾ അതിനോട് ചേർന്ന് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ള പ്രഭാവം തമ്പുരാൻ നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും, സഞ്ചരിക്കും. ജോബിനും എല്ലാവരും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയാണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയും അങ്ങയുടെ ദാസർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകീലം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുരന്തത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുകയാണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആദിയിൽ പുരുഷന് ജീവിതത്തിൽ നൽകിയ ദൈവമേ, അങ്ങയുടെ അന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കുകയാണമേ. അങ്ങയുടെ കൃപാസമ്പന്നമായി അനുസരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ജോബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സഞ്ജനയെ ഭാര്യയായി സ്വീകരിക്കുന്നു. സഞ്ജന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോബിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങൾ ഇതിന് ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. പരിശുദ്ധമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിരീക്ഷണമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാൻ ഇതിൽ മുതിരായിരിക്കുന്ന കുരിശുകൾ ശക്തി പകർന്നാകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ്, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ ഈശോ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിരതയും അവിടെ നിങ്ങൾ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധന്മാർക്ക് നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലോകത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന വിശ്വമിശിഹായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി സുരയായിട്ടുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ജീവനും കാരണമാകട്ടെ.
പൊക്കള യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ക്ലേശിതർക്ക് ആശ്വാസവും നൽകുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പൈതൃകമായ സംരക്ഷണവും രക്ഷാകര സാന്നിധ്യവും അനുഭവിക്കുവാൻ ഈ സഹോദരങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാർയോസേഫിന്റെയും മാധ്യസ്ഥരുടെ ജീവിതദേശത്തിന് പൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ രണ്ടുപേർക്കും നവദമ്പതിമാർക്ക് എല്ലാവരും പ്രാർത്ഥനയും ആശംസയും നേരുന്നു. അതോടൊപ്പം തന്നെ കുർബാനയ്ക്ക് അല്ലെങ്കിൽ ആദ്യ ശുശ്രൂഷ മുതൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ കാലടിയിലുള്ള ബ്ലോക്കിൽ 1 മണിക്കൂറോടെ കിടന്നതുകൊണ്ടാണ് അല്പം വൈകിപ്പോയതെന്ന് ആത്മാർത്ഥമായിട്ട് സോറി ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എൻ്റെ പേർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകട്ടെ. എല്ലാ വെല്ലുവിളികളിലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൂടെ ഉണ്ടാകട്ടെ മക്കളുടെ മേലെന്ന് പ്രാർത്ഥനയോടെ ആശംസിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തലവണിക്കാം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കരമത്തിൽ പങ്കുചേർന്ന് നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. I was born to fly and spread these wings and find my own. I am coming home. Today will be the day, it all will change. Nothing, no one's in my way. Today will be the day. I was made to dream that anything can be my own.
song of ages to the Lamb. And all who've gone before us, and all who will believe, will sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all. All thrones and dominions, all powers and positions, your name stands above them all. And the angels cry, holy, all creation cries, holy. സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. Much awaited moment of the day has finally arrived. So here we have our newlywed couple looking absolutely gorgeous together. So ladies and gentlemen, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കയ്യടിയോട് കൊടുത്തുകൊണ്ട് നവവധൂവരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome our newly wedded couple to the stage. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടത്തുന്നതെന്നാണ്. ഇന്നത്തെ ഇവരുടെ സ്വർഗീയ വിവാഹ ആഘോഷത്തിന് നമ്മൾ വേദി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും നവവധുവന്മാരുടെ നേർച്ചൊരിഞ്ഞുകൊണ്ട് ഒരു ഡബിൾ സ്ട്രോങ് കൈ കൊടുക്കാം. സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So dear Jovin and Sanjana, first of all, congratulations. So today you have made a new commitment, alle? So your life has started in entirely two different directions, and now you have gathered together, you have joined one with love and commitment. So both of you have decided to live your life as husband and wife. So that's a beautiful feeling and a great responsibility ahead. So may God bless you abundantly and prosperously. So ഇന്നത്തെ രണ്ടുപേരുടെയും ഇവിടെ നിന്നിരിക്കുന്ന രണ്ടുപേരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാലും ഇവരുടെ ബിഗ് ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ ഞാൻ ഒഫീഷ്യലി നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ നമ്മുടെ മണവാളൻ ജോവിൻ, സൺ ഓഫ് ജോയ് ആൻഡ് മാർഗ്രറ്റ്, completed his BTech in automobile engineering, and now he is working as the design engineer at TCS Nissan in Bangalore. And our Vadhu Sanjana, she is the daughter of Shibu Isaac and Marina Shibu. She has completed her BDS and now currently doing her MTS in Auto Dentech from Government Dental College, Kannad in Andhra Pradesh. So, ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും അല്ലേ? സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും അതോടൊപ്പം നല്ലൊരു കയ്യോടും കൂടി നമ്മുടെ ജോയിൻ്റെ പാരൻസായ ജോയ് ചേട്ടനെയും മാർഗ്രറ്റ് ജോയിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ അമ്മാമ്മയായ റോസി മാത്യുവിനെയും ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ജോയിൻ്റെ ടു ക്യൂട്ട് ലിറ്റിൽ യങ് സിസ്റ്റേഴ്സ് മാൻഷൽ ആൻഡ് ഐഷലിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now let's welcome Sanjana's parents, Shibu Isaac and Marina Shibu. Please come to the stage. And also her young sister Santa and young brother. Give a And this is their entire complete
ഫാമിലി. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കാം. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു പുതിയൊരു ഫാമിലി കൂടി they have entered, so we are so much happy. Now let's begin our official ceremony. So first we are having our garland and bouquet offering. Jovin Chetan, Sanjanechiki Pumala Nikanam, Sanjanechi, Jovin Chetan Pumala Nikanam. We have to offer the bouquet. Exchange ചെയ്യണം. ചേട്ടൻ ചേച്ചി കിട്ടാം. എല്ലാവർക്കും ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. ചേട്ടാ മാംസ് നിൽക്കാതെ കൊടുക്ക് ചേട്ടാ. അടുത്തതായി തിരി തെളിയിക്കൽ ചടങ്ങാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുനാഥൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി നവവധുവരന്മാരെയും മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യും. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life would find it. So 3, This in 2, peace. 1, go! So as long as I live, I love you. Will ever hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless. My love is endless. And with this ring I say to the world, you're my every reason. You're all that I believe in. With all my heart I mean every word. So as long as I live I love you. Will heaven hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Next, it is time for the wine toasting ceremony. You The look wine so has the symbol of beautiful richness. in white. Chichi, Yeah, Chetan, yeah. kೈ ಕೊಡುತ್ತಿದ್ದು ചേട്ടൻ ചേച്ചി കൊടുക്കുന്നതാണ്. ചേച്ചി ചേട്ടൻ So beautiful ക്ലോസിംഗ്. in white tonight. If a daughter is what our future holds, I hope she has your eyes, finds love like you and I did. Yeah, and if she falls in love, we'll let her go. I'll walk her down the aisle. She looks so beautiful in white. Yeah, yeah. So beautiful in white. So as long as I live, I love you. Will heaven hold you. You look so beautiful in white. And
for the moments where I'm still in your presence. All the noise dies down. Lord, speak to me now. You have all my attention. I will linger and listen. I can't miss a thing. Lord, I know my heart wants more of you. My heart wants something new, so I surrender all. All I want is to live within your love, be undone by who you are. My desire is to know you deeper. Lord, I will open up again, throw my fears into the wind. I am desperate for a touch of heaven. Whoa, 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 whoa. You're the fire in the morning, you're the cool in the evening, the breath in my soul, oh, the life in my bones. There is no hesitation in your love and affection. It's the sweetest of all. Lord, I know my heart wants more of you. My heart wants something new, so I surrender all. All I want is to live within your love, be undone by who you are. My desire is to know you deeper. Lord, I will open up again, throw my fears into the wind. I am desperate for a touch of heaven. Whoa, I open up my heart to you. I open up my heart to you now. So do what only you can. Jesus, have your way in me now. Come on. I open up my heart to you. Yeah. I open up my heart to you now. So do what only you can. Jesus, have your way. Yeah.
be undone by who you are. My desire is to know you deeper. Lord, I will open up again, throw my fears into the wind. I am desperate for a touch of heaven. Mercy, mercy, bring me to my knees. As the morning calls to light the dark in me, heaven's story breathing life into my bones. Spirit, lift me from this wasteland, lead me home. Now I find my life in yours, my eyes on your name. Arrest my heart from its reckless path, release the chains in me, awake my soul to the hope you hold. Your grace is all I need. Humble glory chose to carry all my shame, rendered worthy in the shadow of your name. Gracious fury written in my Savior's scars. ആത്മീയവും ശാരീരികവുമായ എല്ലാ ബോധങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലെ കേട്ടാടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിവരവും ആരോഗ്യപിതാവും ഞങ്ങളെ വിളിക്കുകയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ദൈവമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. മറിയത്തിന്റെ ദൈവമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. സംപ്രേതമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശമാകുന്നു സ്വർഗ്ഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തുനിന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവാൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം നമ്മുടെ മംഗല്യ ആഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു.
നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. One look at you, my whole life falls in line. I'll pray for you before I call you mine. Oh, I can't believe it's true sometimes. Oh, I can't believe it's true. जहाँ बन गया तू, बस मुझे में धड़कता है तू. जहाँ बन गया तू, रूह को सांस देता है तू. जो राह दिल चुने तो सुन हो यार तू. कहा है प्यार ने है मेरा प्यार तू. जा बन गया तू, जा बन गया तू. तू it changes who I am undone. Nothing goes again. Oh, I can't believe it's true sometimes. Oh, I can't believe it's true. जहाँ बन गया तू, है दुआओं का पैगाम तू. जहाँ बन गया तू, है मेहर है मेरे नाम तू. तू अर्ज़ियाँ मेरी है, तू ही आरज़ू है. खुशनसीबी है मेरे साथ तू. जहाँ बन गया तू, जहाँ बन गया तू, जहाँ बन गया तू, जहाँ बन गया तू. इश्क से सूफी है तू, एक भूख सी हर्फ है तू. हाँ हाँ खुशी मेरी है तू. चल संसार सा चल तू. Whatever may come, your heart I will choose.